ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചല്ലോ അല്ലേ? ഇന്ന് പണിക്ക് പോണതിന്റെ മുന്നേ എന്താ ഉണ്ടാക്കാന്ന് ചിന്തിച്ച് തലപോക്കായിരുന്നു ഞാൻ കുറച്ചു നേരം. പിന്നെ എന്നത്തെയും പോലെ ദേ പിന്നെയും പുട്ട്. എനിക്കാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൈ കൊണ്ട് തീരെ വയ്യായിരുന്നു. ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല എന്ന് പറയാം. എക്സ്ട്രീം ഡ്രൈനെസ് ആണ് ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ. പ്രത്യേകിച്ച് എന്റെ വിരലുമ്മലും കൈമ്മലും മാത്രം കേട്ടോ. ഇപ്രാവശ്യത്തെ അമേരിക്കയിലെ വിന്റർ വെതർ ഭയങ്കര ബാഡാണ്. അത് കൂടാണ്ട് എന്റെ ജോലിയും ഇതിനൊരു വലിയ റീസൺ ആണ് കേട്ടോ. അത് പറയാനുള്ള മെയിൻ കാരണം എന്റെ ജോലിയിലുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഡ്രൈ ഹാൻഡ്സ്. നാട്ടിലെ ഫാർമസി പോലെയല്ല. ഇവിടെ ഞങ്ങൾക്ക് മെഡിസിൻസ് കിട്ടുന്നത് 500,000 ആയിട്ടുള്ള വലിയ വലിയ പാക്കുകളായിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് കൗണ്ട് ചെയ്തിട്ട് വേണം പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. നാട്ടിൽ കുറച്ചും കൂടെ ബ്ലിസ്റ്റർ പാക്കറ്റ്സിലാണ് മരുന്നുകൾ കിട്ടുക. അപ്പോൾ ഈ പൊടിയുള്ള മരുന്നുകൾ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ വല്ലാണ്ട് അത് സ്കിന്നിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലൗസ് ഇട്ട് വർക്ക് ചെയ്താലാണെങ്കിൽ ഗ്രിപ്പും സ്പീഡും കിട്ടത്തുമില്ല. ഞാൻ വെളിച്ചെണ്ണ തൊട്ടിട്ട് എല്ലാവിധ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ ട്രൈ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇതിന്റെ റെഗുലർ വേർഷൻ എൻ്റെ ഉണ്ടെങ്കിലും ഇന്ന് ഞാൻ പെയിൻ റിലീഫ് ആട്ടോ വാങ്ങിച്ചത്. ഇതിൽ വേദന കുറക്കാനുള്ള ലൈഡക്കീനും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴെപ്പോഴും കൈ കഴുകുന്നതും സോപ്പ് ഇട്ടിട്ട് കൈ കഴുകുന്നതും ഒക്കെ ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും ഈക്വലി. അത് മാത്രമല്ല ഡീഹൈഡ്രേഷനും ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ മേടിച്ച പെയിൻ റിലീഫ് ആക്ച്വലി വേദന കുറച്ചു കേട്ടോ അന്നത്തെ ദിവസത്തെ. പക്ഷെ ലോങ് ടേമിന് ഈ റെഗുലർ വണ്ണാണ് ഹെൽപ്പായിട്ട് തോന്നിയത്. അതൊന്നും കൂടെ കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ കിടക്കുന്നുണ്ടായി. ഡെയിലി മറക്കാതെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ തേക്കണം എന്നുള്ളതാട്ടോ ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ ഈ പെയിൻ റിലീഫ് ഒരു കൂളിംഗ് സെൻസേഷനും പെപ്പർമിന്റ് ഓയിലൊക്കെ മിക്സ് ചെയ്ത കാരണം അതിന് പ്രത്യേക സ്മെല്ലുണ്ടായി. ബട്ട് സ്റ്റിൽ റിയലി ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. ഞങ്ങളെ ഫാർമസിയിൽ എല്ലാവരുടെ അടുത്തും ഈ ഒരു ഐറ്റം ഈക്വലി സ്റ്റോക്കാണ്. സമ്മർ ടൈം ആകുമ്പോൾ ഇതിന് ഒന്നും കൂടെ ഒരു ശമനം കിട്ടും എന്നുള്ളതാണ് ഏക ആശ്വാസം. അപ്പോൾ ബൈ. എൻ്റെ റാൻഡ് കേട്ടതിന് താങ്ക് യു.